ഹലോ, ഞാൻ സുനി സഞ്ജയ്, രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോർച്ച, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ ഇന്നൊരു നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ. ഇങ്ങനെ നമ്മൾ സ്കീമൊക്കെ തുടങ്ങിയപ്പോൾ പുതിയ കട തുടങ്ങുമല്ലേ, അങ്ങനെ ചെന്ന വഴി കേട്ടോ, അതൊക്കെ ഒരു വലിയ സന്തോഷമാട്ടോ. ഒന്നാമത് എൻ്റെ നാട്ടുകാരനാണ്, ഞാൻ പണ്ടപ്പള്ളിക്കാരാണ് ഞങ്ങൾ, ഇത് തോട്ടക്കരയാന്ന് മാത്രം. ചെന്ന വഴിയെ ഒരു സ്കീമിൽ കൂടാമെന്ന് ചോദിക്കുന്നത് അപ്പം തന്നെ കൂടി. എങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് നമുക്ക് 2 സ്കീം ഉണ്ടായിരുന്നു. 2 സ്കീമിലും ഹാഫ് വെച്ച് പൈസ ഇട്ട് 2 സ്കീം കൂടി. അതപ്പോൾ ഞാൻ കൂട്ടി നോക്കുമായിരുന്നു ഏത് സ്കീമാണ് ബെറ്റർന്ന്. സ്വർണത്തിന് ഈ വില കൂടി കാരണം 1 ഗ്രാം വ്യത്യാസം വന്നു. ഗോൾഡ് ഷൈൻ സ്കീമിൽ കൂടുതലല്ലേ, 1 ഗ്രാം വ്യത്യാസം വന്നു. ബ്ലോസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അത് വേറെ ഒരു സ്കീമായിരുന്നു. അപ്പം അതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് ഗോൾഡ് ഷൈൻ സ്കീമിൽ. നമ്മളിപ്പോൾ എല്ലാ കസ്റ്റമർ കൂടുന്നവരെയും ആ സ്കീമിട്ടാട്ടോ കൂടുതൽ വില കൂടുന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെയാണ് ചേർക്കുന്നത്. അപ്പോൾ കൊച്ചിന് നല്ല ഒരു തളയാണ് എടുത്തേക്കണേ അല്ലേ. മോനാണോ? തോമാച്ചൻ. ഓ, രസമുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ തോമാച്ചൻ ഓമന പേരാണോ? അല്ല, ഒഫീഷ്യലി എല്ലാം തോമാച്ചൻ. സ്കൂളിലൊക്കെ ഇങ്ങനെ തോമാച്ചൻ എന്ന് പറഞ്ഞ് ഇടാൻ പറ്റുമോ? പിന്നെ തോമസ് എന്നല്ല ഇടുവാൻ പറ്റുമോ? അതെയോ? ഇങ്ങനെ കേട്ടിട്ടില്ല. എന്റെ മോനെ പൗലോന്ന് ഇട്ടെങ്കിലും അവര് ആർദർ എൽദോ എന്നൊക്കെ ഇട്ടേക്കണേ. അതെനിക്ക് വായിക്കൊള്ളൂല. അതേ കൊച്ചിനെ 8 മാസമായി അല്ലേ. കൊച്ചിനെ തളയാ എടുത്തേക്കണേ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ സെലക്ഷനൊക്കെ? പിന്നെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സ്കീമിൽ കൂടിയത് ഒരു നന്നായില്ലേ? പിന്നെ തീർച്ചയായും ഞാൻ പറയുമായിരുന്നു, ജോലി ചെയ്യുന്നവർക്കൊക്കെ മാസം ഒരു പൈസ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അത് കയറി വരും. അപ്പോൾ ഒരു സേവിങ്സ് പ്ലാനായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്കീമാണ്. ഞാനപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ വേണ്ടി 2 സ്കീമിലും ചേർന്നായിരുന്നു. അപ്പോൾ വേരിയബിൾ സ്കീം വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു 1 ഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടി. അത് ഭയങ്കര നന്നായിട്ട് തോന്നി. ഡിഫറൻസ് അറിയാനാണ് 2 സ്കീമും നോക്കിയത്. അപ്പോൾ ഗോൾഡ് വില കയറി വന്ന കാലം നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടി. അപ്പോൾ ഇപ്പോൾ മോൻ്റെ മാമോദീസ ആയപ്പോഴേക്കും കറക്റ്റ് നമുക്ക് ഗോൾഡ് എടുക്കാൻ പറ്റി. ഒന്നും വേറെ എക്സ്ട്രാ ഒരുപാടൊന്നും പോകാണ്ട് അങ്ങനെ ഗോൾഡ് കിട്ടി. അപ്പോൾ അതും കൂടാണ്ട് അടുത്ത സ്കീമിലും ചേർന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയുക, പുള്ളി ചാടി കയറി കൂടി. അതൊരു വലിയ ഇതാട്ടോ. എനിക്കതിൻ്റെ നന്ദി പറയാൻ വാക്കുകളില്ല. അത് ഒരാൾ ഒരു കടയൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കൂടുക, ആ സപ്പോർട്ടൊക്കെ എത്ര വലുതാണെന്നറിയാം. പിന്നീട് ഭാവിയിൽ ഉള്ള സപ്പോർട്ടല്ല, തുടങ്ങുമ്പോൾ ഉള്ള സപ്പോർട്ട്. പഴയ കടയിൽ ഇങ്ങനെ, ഞാൻ തുണിക്കടയിലും ഇങ്ങനെയാണ്. ആ കസ്റ്റമേഴ്സിനെ ഇപ്പോഴും ഞാനിങ്ങനെ എപ്പോഴും ഓർക്കും. അതുപോലെ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ എല്ലാവരും രേവതി ഗോൾഡൻ ഡയമണ്ട്സിൽ വരിക, സ്കീമിൽ കൂടുക. ഓൺലൈൻ സർവീസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് കാര്യം